ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റാൻഡം വ്ളോഗാണ്. എപ്പോഴും ഒരേ ടോപ്പിക് ആകുമ്പോൾ ഭയങ്കര ബോറടി. അപ്പം ഞാൻ ഇന്ന് എന്താക്കാൻ കരുതി, കുറച്ച് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ കരുതി. പിന്നെ സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഇത് ക്ലാസ് തുടങ്ങിയ മുതലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗിന് നിങ്ങൾ സഹകരിച്ചു തരിക. നെക്സ്റ്റ് വ്ളോഗിലേക്ക് നമുക്ക് റെഡിയാക്കാം. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. ഈ പോക്ക് ഞാൻ പോണത് വെല്ലപ്പുഴയ്ക്കാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വെല്ലപ്പുഴയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത്ര ദിവസത്തെ വെക്കേഷൻസ് മൊത്തം ഞങ്ങൾ പട്ടാമ്പിയിലായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെല്ലപ്പുഴയ്ക്ക് വരലുണ്ട്, എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പം ഉണ്ടോ അവിടെ ഞങ്ങളുടെ മരം മറിഞ്ഞു കിടക്കണു. അത് ഞാൻ നോക്കിയിട്ട് നേരെ എൻ്റെ കബോർഡിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് വേഗം എൻ്റെ കബോർഡ് ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഒറ്റ തീരുമാനം കൊണ്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ കുറേ അധികം ബുക്സ് സ്റ്റോർ ചെയ്യാനുണ്ട്, പിന്നെ കുറേ എടുത്ത് മാറ്റാനും ഉണ്ട്. ഒക്കെ പാടെ ഇച്ച് ഞാൻ ആദ്യം തന്നെ കബോർഡ് ക്ലീനിങ്ങിനാണ് നിന്നു. അപ്പോഴാണ് ഇനി അമ്മ വിളിച്ചത്, ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് പറിക്കണം, എന്നിട്ട് നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാന്ന്. കാരണം അത് ചാടിയാൽ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടൂല. കാരണം ഇപ്പോൾ തന്നെ കുറേ എണ്ണം നിലത്ത് ചാടിയിട്ട് ആകെ ഡേർട്ടി ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇത് ചാടണം കൂടി വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്തെടുത്തു. സംഭവം നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു പരിപാടിയാണ്. എടുക്കുക ഇടുക ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കും ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ നല്ല കനത്ത മഴ. ഇതാണെങ്കിൽ മഴ പെയ്യും തോറും ഇതിങ്ങനെ ചാടിക്കൊണ്ടേ നിൽക്കുക. ഇതിപ്പോൾ ആകെ ഡൗട്ടായി, ഇതിപ്പോൾ പ്ലക്ക് ചെയ്യാൻ വേണ്ടി അതോ മഴ കൊണ്ടിരിക്കാൻ വേണ്ടി. മഴ കൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ദിവസം ഇങ്ങനെ ക്ലാസ്സും. ഇപ്പോൾ തന്നെ പനി പിടിക്കാനുള്ള എല്ലാത്തരം സൂചനകളും വന്നു തുടങ്ങിക്കണു. ഇനിയിപ്പോൾ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കേണ്ടതേ ഉള്ളൂ. ഇന്നെല്ലാം സെറ്റായി. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അരിനെല്ലിക്കയുടെ ഒരു അച്ചാറ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. ഹലോ ഗൈസ്, ദിസ് ഇസ് അവർ സമ്പാദ്യം ഹെ. കണ്ടോ, ഫ്രഷ് എന്തതിനകത്താ നെല്ലിക്ക, അരിനെല്ലിക്ക. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കഴുകാം, ഇത് കഴിക്കാം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു മുട്ട ഫ്രൈഡ് ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഭയങ്കര ബോറ്. അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കാന്ന് കരുതി. അപ്പോൾ പിന്നെ ഞാൻ വേറൊരാളുടെ സഹായം ഇല്ലാതെ എൻ്റെ സ്വയം ഇഷ്ടത്തിന് ഒരു റിംഗ് ലൈറ്റിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കരുതി. അതിൽ നിന്ന് ലൈറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഫോണൊന്ന് നിൽക്കുക, അത്രേ ഉള്ളൂ വേണ്ട. പിന്നെ ഞാൻ റിംഗ് ലൈറ്റിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇമ്മയുടെ സഹായത്തോടെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ എനിക്ക് ലൈറ്റ് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഒരു വീഡിയോ എങ്ങനെ എടുക്കാം എന്നും കൂടി പിന്നെ അതിങ്ങനെ ഓരോന്നായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷോർട്സ് ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ ഏതിലാണെന്ന് വേഗം മനസ്സിലാവും. എന്നിട്ട് പിന്നെ ഇമ്മ ഞങ്ങൾക്ക് പപ്പായൊക്കെ കട്ട് ചെയ്ത് തന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ടൊരു BMW വരക്കണം കരുതണു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ BMW വരക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ കരുതി, ഇപ്രാവശ്യം BMW തന്നെ വരക്കാൻ കരുതി. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വരക്കൊന്നുമില്ല. ഓരോ സമയത്ത് ഇങ്ങനെ തോന്നലാണ് വേഗം വരക്കണം. ചില ടൈമിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇക്കാരൊക്കെ ഇങ്ങനെ വരക്കുന്നതെന്നുള്ള ടെൻഡൻസി ഇങ്ങനെ വരിക. പിന്നെ അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന ടൈമിൽ. അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങൾക്ക് സ്കൂൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ തിരക്ക് കാരണം തന്നെ എനിക്ക് അവിടുന്ന് ഒരു വീഡിയോസും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മാക്കഫേക്ക് പോയി. അവിടെ പോയിട്ട് ഒരു ഷവർമയും അവിൽ മിൽക്കൊക്കെ അങ്ങോട്ട് കുടിച്ച് റാഹത്തായി. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് കുറച്ചധികം പൊതിയിടാണ്ടായിരുന്നു. പിന്നെ ഇന്ന് മേടിച്ച ബുക്സും അതുപോലെ തന്നെ കുറച്ച് മുന്നത്തെ ട്യൂഷന് കൊണ്ടുപോകുന്ന കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒപ്പം ഇരുന്നങ്ങോട്ട് പൊതിയിടാൻ കരുതി.
ഫൈനലി ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്ന ഡേ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ അധികം വീഡിയോസൊക്കെ എടുക്കണം കരുതിയതാണ്. പക്ഷേ ടൈമിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഒരു വീഡിയോസും കിട്ടിയിട്ടില്ല. ഒന്നാമത് എനിക്ക് മോർണിംഗ് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്കൂൾ തുറന്നിട്ട് ഞങ്ങൾ ട്യൂഷന് പോണ്. അതുകൊണ്ട് തന്നെ ടൈമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാനും ഉണ്ട്. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാമാർത്തിൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് ഫേസ് വാഷ് ചെയ്തു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചു. പിന്നെയാണ് ഞാൻ ആ വ്യക്തമായ സത്യം മനസ്സിലാക്കിയത്. എൻ്റെ മുന്നിൽ ഒരു തുള്ളി സമയമല്ല. അതുകൊണ്ട് എന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഞാനാകെ പറക്കലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.